ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ ക്രിസ്തുനാഥനോടുള്ള അത്യധികമായ സ്നേഹത്താൽ കത്തിജ്വലിച്ച് സുവിശേഷ ദാരിദ്ര്യത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ആഴമായ മാതൃകയായ വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് വിശുദ്ധ ക്ലാരയുടെ ജീവിത ശൈലിയാണ്. അവളുടെ ജീവിതം നമുക്കേവർക്കും സുപരിചിതമാണ്. സമ്പന്നമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിലാണ് അവൾ ജനിച്ചു വളർന്നതെങ്കിലും ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ച അവൾ സമ്പന്നമായ സാഹചര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ദാരിദ്ര്യം, കന്യാവ്രതം, അനുസരണം എന്നീ വ്രതങ്ങൾ ഏറ്റെടുത്ത് വിശുദ്ധ ഫ്രാൻസിസിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടവളാണ് വിശുദ്ധ ക്ലാര. ക്രിസ്തുവിനെ ജീവിതത്തിന്റെ കേന്ദ്രമാക്കി ജീവിച്ച വിശുദ്ധ ക്ലാരയുടെ ജീവിതം വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ചു നിൽക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. വിശുദ്ധ ക്ലാരയുടെ ജീവിതശൈലി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രകടമായി കാണുന്നത് പരിത്യാഗ പ്രവൃത്തികളോടുള്ള ഒരു മനോഭാവമായിരുന്നു. അതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ അനേകം മണിക്കൂറുകൾ ജാഗരണത്തിലും പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ അവൾ ചെലവഴിച്ചു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുമാത്രമല്ല, ദിവ്യകാരുണ്യം മാത്രം ഭക്ഷണമാക്കി അനേകം ദിവസങ്ങളോളം ക്ലാര ജീവിച്ചു എന്ന് ചരിത്രം എഴുതി വയ്ക്കുന്നു. രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തലയിണയ്ക്ക് പകരം കല്ലുകളായിരുന്നു എന്നും ഒരുപാട് തണുപ്പുള്ള അവസരങ്ങൾ ആയിരുന്നിട്ടും നിഷ്പാതകിയായിട്ടാണ് നടന്നിരുന്നതെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ഇത്തരത്തിൽ പരിത്യാഗ പ്രവൃത്തികളിലൂടെ സ്വയം വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ കത്തിജ്വലിക്കുന്ന വ്യക്തിയായിട്ട് മാറിയ അമ്മയാണ് നമ്മുടെ വിശുദ്ധ ക്ലാര. ഈ തിരുനാൾ ദിവസങ്ങളിൽ വിശുദ്ധ ക്ലാരയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്തിലും സേവനത്തിലും വളരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏവർക്കും ആത്മീയ നവീകരണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനങ്ങളായി ഈ ദിവസങ്ങൾ മാറട്ടെ.